തനിക്കായി സർവവും വെടിഞ്ഞ് കുരിശിൽ ബലിയായവൻ അപ്പമായി തന്റെ ഉള്ളിലേക്ക് വന്ന നിമിഷത്തെ വേറിട്ടതും അഭിനന്ദനാർഹവുമാക്കി ശ്രദ്ധ നേടിയിരിക്കുകയാണ് അലോണ എന്ന 6ാം ക്ലാസ്സുകാരി. മറ്റുള്ളവർക്കായി സ്വയം മുറിച്ചു വിളമ്പിയവന്റെ മാതൃക അനുകരിക്കാൻ കുഞ്ഞലോണ കണ്ടെത്തിയ മാർഗം തന്റെ സൗന്ദര്യത്തിന്റെ ഭാഗമായ നീണ്ട മുടി ആവശ്യക്കാർക്കായി മുറിച്ചു നൽകുക എന്നതായിരുന്നു. ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം തന്റെ നീളമുള്ള മുടി ക്യാൻസർ രോഗികൾക്ക് ദാനം ചെയ്ത അലോണയുടെ പ്രായത്തിൽ കവിഞ്ഞ ദൈവസ്നേഹത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും നിലപാട് മുതിർന്നവരെ പോലും അതിശയിപ്പിക്കുന്നതാണ്. കണ്ണൂർ കേളകം മഞ്ഞളാംപുറം UP സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിയും കേളകം സാന്റ് ജോസ് ഇടവകാംഗവുമായ അലോണ തട്ടുപറമ്പിൽ സുജയ് ജേക്കബ് സീന ദമ്പതികളുടെ 4 മക്കളിൽ മൂത്തവളാണ്. ഹെഡ്മിസ്ട്രസ് PD റോസമ്മയാണ് അലോണയുടെ മുടി ഭംഗിയായി മുറിച്ചത്. സ്വർഗക്ഷേത്ര കൾച്ചറൽ ചാരിറ്റബിൾ ആൻഡ് അക്കാദമിക് സെന്റർ ഡയറക്ടർ ഫാദർ അലക്സ് CMI മുറിച്ച മുടി ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇടവക വികാരി റവറൻ ഫാദർ കുര്യാക്കോസ് കുന്നത്ത്, മാനന്തവാടി രൂപതാംഗവും അലോണയുടെ പിതൃസഹോദരൻ റവറൻ ഫാദർ ജിൻഡോ തട്ടുപറമ്പിൽ തുടങ്ങിയവരുടെയും സാന്നിധ്യത്തിലാണ് മുടി മുറിച്ച് ദാനം ചെയ്തത്. സൗന്ദര്യവർദ്ധനത്തിനും ആഘോഷങ്ങൾക്കും പുറം മോടികൾക്കും സർവത്ര പ്രാധാന്യം നൽകുന്ന വെറും ചടങ്ങുകളായി പലയിടങ്ങളിലും കൂദാശ സ്വീകരണ വേദികൾ മാറുമ്പോൾ അലോണ എന്ന മിടുക്കി സർവർക്കും പ്രചോദനമാവുകയാണ്. ആദ്യ കുർബാന ദിനത്തിൽ തനിക്ക് വളരെ പ്രിയപ്പെട്ട മുടി ദാനം ചെയ്ത അലോണ ഷെക്കീന ന്യൂസിനോട് പങ്കുവച്ച വാക്കുകളും ആരെയും ചിന്തിപ്പിക്കുന്നതാണ്. ഈ ക്യാൻസർ രോഗികളുടെ മുടിയെല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ട്. അവർക്ക് മുടി കൊടുത്താലല്ലേ അവർക്ക് മുടിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പപ്പയും അമ്മയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി നിന്നതാണ്. പിന്നെ ടീച്ചർമാരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയും മുടി കൊടുത്തു. പിന്നെ ഇപ്പോൾ അനിയൻ മുടി കൊടുക്കാൻ വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വളർത്തി പകുതി ആകുമ്പോഴത്തേക്കും അവൻ മുടി കൊടുത്തു.